ആലപ്പുഴ തുറവൂരിൽ മോഷണം നടത്തിയ സായുധ സംഘം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെന്ന് നിഗമനം. നേർച്ച തേടി പ്രദേശത്തെ വീടുകളിൽ 2 ദിവസം മുൻപ് കയറിയവരെയും പോലീസ് സംശയിക്കുന്നുണ്ട്. മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘമാണ് തുറവൂരിൽ മോഷണം നടത്തിയത്. കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. നീലയുടെ വീടിന്റെ കതക് പൊളിച്ചു സംഘം അകത്തു കടന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. ഞെട്ടിയുണർന്ന ലീല ബഹളം വെച്ചതോടെ 1.5 പവന്റെ മാലയുമായി കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു. പറിക്കണതാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കള്ളൻ എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ കരഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കണ്ണുറന്ന് നോക്കുമ്പോ ഈ ഹാളിന്റെ സൈഡിൽ നിൽക്കണ ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. മുഖമൊക്കെ മറിച്ചിരുന്ന ഒരു ചെറിയ രൂപം മാത്രമേ ഞാൻ കണ്ടുള്ളൂ, മുഖമൊന്നും വ്യക്തമായിട്ട്. തുടർന്ന് അർദ്ധരാത്രിയിൽ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ 6 വീടുകളിൽ മോഷണ ശ്രമം നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. 2 ദിവസം മുമ്പ് വേളാങ്കണ്ണി പോകണമെന്നും പറഞ്ഞിട്ട് 2-3 ചെറുപ്പക്കാരി, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല എങ്കിൽ ചെറുപ്പക്കാർ നമ്മുടെ ഇവിടെ വീടുകളിലൊക്കെ കയറി നേർച്ചയൊക്കെ മേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണ് ഇവിടെ ഈ മോഷണം നടക്കുന്നത്. അപ്പൊ അവരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അവര് വന്നിരിക്കുന്നത് തമിഴ് കലർന്ന ഒരു മലയാള ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. കുത്തിയതോട് പോലീസ് കേസെടുത്തു. തുറവൂർ ക്ഷേത്ര പരിസരത്തും കളരിക്കൽ മേഖലയിലും രാത്രികാലങ്ങളിൽ പട്രോളിംഗ് ഏർപ്പെടുത്തി. പ്രദേശത്തെ കൂടുതൽ CCTVകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.